നമസ്കാരം. ഇന്നത്തെ ഈ സെഷനിൽ മാത്തമാറ്റിക്സിലെ കാൽക്കുലസിൽ വരുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസിനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം. നമുക്കറിയാം ഡി, ക്യാപിറ്റൽ ലെറ്റർ ഡി എന്നത് ഒരു ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണമായി ഡി ഓഫ് സൈൻ എക്സ് എന്നെഴുതിയാൽ ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്നാണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഡി എന്ന ഈ ഒരു ഡിവൈസ് സൈൻ എക്സ് എന്ന ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവായ കോസ് എക്സ് എന്നത് കിട്ടുന്നു. അതുപോലെ 1/d എന്ന ഓപ്പറേറ്റർ, 1/d എന്ന് പറയുമ്പോൾ ഡിയുടെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എന്ന് വരുന്നു. 1/d ഒരു ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ആയിരിക്കും. ഉദാഹരണമായി 1/d ഓഫ് കോസ് എക്സ് എന്നെഴുതുമ്പോൾ സൈൻ എക്സ് എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ മാത്തമാറ്റിക്സ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന ഓപ്പറേറ്റർ. ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നും ചില അടിസ്ഥാന ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നു. രണ്ട് വിധത്തിലാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്തമാറ്റിക്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടി എന്ന ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആയിട്ടാണ്. അതിൻ്റെ ലിമിറ്റ് -∞ ആൻഡ് +∞. ഈ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷനെ e⁻ എന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് ഗുണിക്കുകയും ഈ ഒരു പ്രോഡക്റ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും. ഇതിൽ എസ് എന്ന് പറയുന്നത് പാരാമീറ്റർ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം. എസിൻ്റെ വാല്യൂ റിയൽ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം. അതിനെ പാരാമീറ്റർ എന്ന് വിളിക്കുന്നു. ഈ വിധത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വിളിക്കുന്നു. ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. L of f of t equal to integral f of t into e⁻st dt. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ്സ് -∞യും +∞യും. ഈ ഡെഫിനിഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷനിലെ ഈ ഫംഗ്ഷൻ വലതുവശത്ത് വരുന്ന ഈ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾക്കിതിൽ ഇമ്പോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷേ പല ഫങ്ഷൻസിൻ്റെ കേസിലും ഈ ഒരു ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യാതെ വരുന്ന കേസുകൾ വരുന്നു. അതുകൊണ്ട് ഈ ഡെഫിനിഷനെ
മറ്റൊരു വിധത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതായത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് -∞ to ∞ എന്നെടുക്കുന്നതിന് പകരം 0 to ∞ എന്നാക്കി എടുക്കുന്നു. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് 0 to ∞ ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഫങ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 0 എന്നുകൂടി നമ്മൾ അസ്യൂം ചെയ്യുന്നു. എല്ലാ ടി ലെസ് ദാൻ 0 ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫങ്ഷൻ വാല്യൂ എഫ് ഓഫ് ടി 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് റെസ്ട്രിക്ഷൻസ് ഈ ഡെഫിനിഷനിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ ഫ്രം 0 to ∞ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു -st dt. നമ്മുടെ ഈ സെഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന ഡെഫിനിഷൻ ഈ വിധത്തിലാണ് നമ്മൾ എടുക്കുന്നത്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to ∞ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു -st dt. ഇതിൽ എസ് എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പർ ആവാം അല്ലെങ്കിൽ റിയൽ നമ്പർ ആവാം. അതിനെ പാരാമീറ്റർ ഓഫ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വിളിക്കാം. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അത് ടിയിൽ വരുന്ന ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ദിസ് ഈസ് ആൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ ഇത് എഫ് ഓഫ് ടിയെ ഇ റൈസ് ടു -st കൊണ്ട് ഗുണിക്കുന്നു. അതിനുശേഷം ആ ഒരു പ്രോഡക്റ്റിനെ 0യും ∞ ലിമിറ്റ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടിയിലായിരിക്കും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രൽ എന്നുള്ളത് എസ്സിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അത് എസ്സിൽ വരുന്ന ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നു. അതായത് ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാക്കിയിട്ട് മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻജിനീയറിംഗ് ആപ്ലിക്കേഷൻസിൽ പ്രത്യേകിച്ചും സിഗ്നൽ പ്രോസസ്സിംഗ് പോലെയുള്ള എൻജിനീയറിംഗ് ടോപ്പിക്സിൽ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം വളരെയധികം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതിലെല്ലാം എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ടി മീൻസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻ, അതിനെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ. ഇതിൽ എൽ എന്നതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. എൽ ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ. ടൈം ഡൊമൈനിൽ വരുന്ന ഒരു ഫംഗ്ഷനെ, ടൈം ഡൊമൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പല സവിശേഷതകളും നമ്മൾക്ക് സ്റ്റഡി ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് വരാം. അത്തരം കേസുകളിൽ ഈ ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ നമ്മൾക്ക് ഫ്രീക്വൻസി ഫംഗ്ഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് കിട്ടുന്നു. ഫ്രീക്വൻസി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ടൈം ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനെ സ്റ്റഡി ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷൻസിൽ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാൻ സാധ്യമാകാം. അത്തരം കേസുകളിൽ ആണ് നമ്മൾ ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നത് യൂസ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സും ഇതോടൊപ്പം ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഫൈ ഓഫ് എസ് എന്ന ഫംഗ്ഷനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നതിലൂടെ
ടൈം ഡിപ്പെൻഡൻറ്റ് ഫങ്ഷനിലേക്ക് തന്നെ അതിനെ നമ്മൾ തിരിച്ച് ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഫൈ ഓഫ് എസ്, നമുക്കിങ്ങനെ എഴുതാം എൽ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫൈ ഓഫ് എസ് ക്യാൻ ബി ടേക്കൺ ആസ് ദി ഫങ്ഷൻ എഫ് ഓഫ് ടി. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന എഫ് ഓഫ് ടി എന്ന ഫങ്ഷൻ തന്നെ ലഭിക്കുന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നത് ഫൈ ഓഫ് എസ് എന്നാണെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫൈ ഓഫ് എസ് ക്യാൻ ബി ടേക്കൺ ആസ് ദി ഫങ്ഷൻ എഫ് ഓഫ് ടി. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില അടിസ്ഥാന ഫങ്ഷനുകളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമുകളാണ്. അടിസ്ഥാന ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല വിധത്തിലുള്ള ഫങ്ഷൻസ് മാത്തമാറ്റിക്സിൽ വരുന്നു. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എന്നത് ഒരെണ്ണം, അതുപോലെ ഐഡൻറ്റിറ്റി ഫങ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ, ലോഗരിതമിക് ഫങ്ഷൻ, ഹൈപ്പർബോളിക് ഫങ്ഷൻ, ആൾജിബ്രൈക് ഫങ്ഷൻ, അങ്ങനെ പല വിധത്തിലുള്ള ഫങ്ഷൻസ് വരുന്നു. അവയിൽ ചില ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കുമെന്നാണ് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ കൺസിഡർ ചെയ്യുന്നു. അതായത് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കെ. റൈറ്റ് ഹാൻഡ് സൈഡിൽ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു കെ എന്ന ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ഇൻ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st into f of t dt. ഫംഗ്ഷനെ ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശേഷം 0 ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്തുകൊണ്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് ഫൈ ഓഫ് എസ് എസ്സിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു കെ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എഴുതാം എൽ ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st into k dt. അതായത് കെ ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, അതുകൊണ്ട് കെ ഔട്ട്സൈഡ് എഴുതാം, ഔട്ട്സൈഡ് ഓഫ് ദിസ് ഇൻ്റഗ്രൽ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus st dt. That is equal to k into e raised to minus st divided by minus s. Limits are 0 and infinity. e raised to minus st യുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e raised to minus st divided by the coefficient of t. കാരണം ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പം ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ ദി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 എന്ന് വരുന്നു. അപ്പോൾ ഈ കേസിൽ ഇൻ്റഗ്രൽ 0 to infinity e raised to minus st dt എന്ന് പറയുന്നത് e raised to minus st divided by minus s. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻസ് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റിയും
വരുന്നു. ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കെ ഡിവൈഡഡ് ബൈ മൈനസ് എസ് എന്ന് എഴുതാം. കാരണം ലിമിറ്റ് നമ്മൾ ടിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്നു, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി. ഇത് അപ്പർ ലിമിറ്റായ ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, മൈനസ് ഇ റേസ് ടു 0. This is equal to k divided by minus s into limit t tends to infinity e raised to minus st എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ ടെൻസ് ടു 0 എന്നതാണ്. അത് ലിമിറ്റിൽ വരുന്ന ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ 0 എന്ന് എഴുതാം. മൈനസ് ഇ റൈസ് ടു 0 എന്ന് പറയുമ്പോൾ 1. Therefore this is equal to നമുക്ക് k divided by s എന്ന് എഴുതാം. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈക്വൽ ടു ദാറ്റ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കെ ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈക്വൽ ടു 1 ബൈ എസ് എന്ന് എഴുതാം. Laplace transform of 2 is equal to 2 by s and so on. അങ്ങനെ ഏതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് എന്ന വിധത്തിൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സ്പ്രസ് ചെയ്യുന്നു. രണ്ടാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും എന്നുള്ളതാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി. ജനറലായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി. അപ്പോൾ ഇതേ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി ഡി ടി എന്നെഴുതാം. ഈ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ഇ റേസ് ടു എ ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുന്നു. ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി. ഇവിടെ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു എ ടി എന്നതാണ്. നമുക്കറിയാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നാണെങ്കിൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്നെഴുതാം. ബേസ് രണ്ട് കേസിലും സെയിം ആണ്. അതുകൊണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് എസ് ടി പ്ലസ് എ ടി എന്നെഴുതാം. ഡി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഓഫ് ടി എന്നെഴുതുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്ത് എസ് മൈനസ് എന്നെഴുതാം. ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു നെഗറ്റീവ് ഓഫ് എസ് മൈനസ് ടി എന്ന് വരുന്നു. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. integral e raised to ax divided by integral e raised to ax dx equal to e raised to ax divided by a plus constant of integration. അപ്പോൾ ഇതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എസ് മൈനസ് എ എന്നതാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ between the limits 0 and infinity. This is equal to ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ടിയിലാണ്. അതുകൊണ്ട് 1 ബൈ മൈനസ് ഓഫ് എസ് മൈനസ് ഔട്ട് സൈഡ് എഴുതാം. ടി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ്
t tends to infinity e raised to minus of s minus a t എന്ന് വരുന്നു. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to 0 എന്ന് കിട്ടുന്നു. ദിസ് ഇസ് ഈക്വൽ ടു minus 1 by s minus a into limit t tends to infinity e raised to minus of s minus a t എന്നത് 0 എന്നെടുക്കാം. ലിമിറ്റിൽ വരുന്ന റിസൾട്ടാണ്, അതുകൊണ്ട് ഇതിനെ 0 എന്ന് എഴുതാം. മൈനസ് ഇ റേസ് ടു 0 ഈസ് 1. അപ്പോൾ മൈനസ് 1 ബൈ എസ് മൈനസ് എ ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ. അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷനിലെ റൂൾ പ്രകാരം നമുക്ക് ഇവിടെ എഴുതാം, ഈ എസ് മൈനസ് എ ഒരിക്കലും 0 വരരുത്. അപ്പോൾ നമ്മുടെ ഈ കേസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ നമുക്ക് എഴുതാം ദിസ് എസ് മൈനസ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ എ എന്ന ഈ ഒരു കണ്ടീഷൻ ഇതിൽ ഇമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ എന്നെഴുതുന്നു. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 1 ബൈ എസ് പ്ലസ് എ. റിസൾട്ടിൽ എയുടെ സ്ഥാനത്ത് മൈനസ് എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ 1 ബൈ എസ് പ്ലസ് എ എന്ന് കിട്ടുന്നു. അടുത്തതായി നമ്മൾ എടുക്കുന്നത് ഒരു ആൾജിബ്രൈക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എഫ് ഓഫ് ടി ഈക്വൽ ടു ടി റൈസ് ടു എൻ എന്ന ആൾജിബ്രൈക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ എൻ എന്ന് പറയുമ്പോൾ എൻ ഈസ് ഗ്രേറ്റർ ദാൻ -1 ആയിട്ടുള്ള എല്ലാ ആൾജിബ്രൈക് ഫംഗ്ഷൻസും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എഴുതാം ഫൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു that is Laplace transform of t raised to n is equal to integral from 0 to infinity e raised to minus st into t raised to n dt. ഇതിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നു. എസ് ടി ഇസ് ഈക്വൽ ടു യു എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എഴുതാം ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ് യു, അതായത് ഡി ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ് ഡി യു എന്ന് എഴുതാം. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് ഇപ്പം ഇതിൽ 0യും ഇൻഫിനിറ്റിയും ലിമിറ്റ്സ് ഓഫ് ടി ആയിട്ട് വരുന്നുവെങ്കിൽ ഫോർ ടി ഈക്വൽ ടു 0 യു ഓൾസോ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ when t equal to infinity നമുക്ക് എഴുതാം u equal to infinity. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നത് അതുപോലെ തന്നെ നിൽക്കുന്നു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e റൈസ് ടു മൈനസ് യു ടി റൈസ് ടു എൻ. ടി മീൻസ് ഇതിൽ നിന്നും t ഈക്വൽ ടു യു ബൈ എസ് എന്ന് എഴുതാം. അപ്പോൾ ടി റൈസ് ടു എൻ എന്നത് യു ബൈ എസ് റൈസ് ടു എൻ, ഡി ടിയുടെ സ്ഥാനത്ത് 1 ബൈ എസ് ഡി യു എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു എന്നതിലേക്ക് മാറുന്നു. എസ് ടേംസ് എസ് വരുന്ന ടേംസ് നമുക്ക് ഔട്ട് സൈഡ് എഴുതാം. ഇവിടെ ഡിനോമിനേറ്ററിൽ എസ് റൈസ് ടു എൻ എന്നും ഇതിൽ ഡിനോമിനേറ്ററിൽ എസ് റൈസ് ടു 1 എന്നും വരുന്നു. അപ്പോൾ 1 ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന ആ ഒരു ടേമിനെ ഔട്ട് സൈഡ് എഴുതാം. ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e റൈസ് ടു മൈനസ് യു യു റൈസ് ടു എൻ ഡി യു.
this is equal to 1 by s raised to n plus 1 into ഈ ഇൻ്റഗ്രലിനെ നമുക്ക് ഗാമ എൻ പ്ലസ് 1 എന്ന് എഴുതാം. കാരണം ഗാമ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഗാമ എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity e raised to minus u raised to n minus 1 du എന്നാണ്. ഇതാണ് ഗാമ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ എൻ യു റൈസ് ടു എൻ എന്ന് വരുന്നു, ബേസിക് ഡെഫിനിഷനിൽ യു റൈസ് ടു എൻ മൈനസ് 1 എന്ന് വരുന്നു. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഗാമ എൻ പ്ലസ് 1 എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് യു റൈസ് ടു എൻ ഡി യു ഈക്വൽ ടു ഗാമ എൻ പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ടി റൈസ് ടു എൻ എന്ന ഓൾജിബ്രൈക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഗാമ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി എൻ ഒരു ഇൻറ്റിജർ എന്ന് വരുമ്പോൾ ഗാമ എൻ എന്നതിനെ എൻ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈ റിസൾട്ടെല്ലാം ഗാമ ഫംഗ്ഷനിൽ വരുന്നതാണ്. അതനുസരിച്ച് ഇവിടെ ഗാമ എൻ പ്ലസ് 1 എന്നതിനെ എൻ ഫാക്ടോറിയൽ എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 ഇഫ് n is an integer where n is greater than minus 1. നമുക്ക് ഈ വിധത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഈക്വൽ ടു ഗാമ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്നും എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 എന്നും കിട്ടുന്നു. അടുത്തതായിട്ട് trigonometric functions cos at and sin at. ഈ രണ്ട് ഫങ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് എ ടി. ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു കോസ് എ ടി ഡി ടി. നമുക്കറിയാം ഇ റൈസ് ടു ഐ എ ടി എന്നതിനെ കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി എന്ന ഒരു കോംപ്ലക്സ് നമ്പേഴ്സിലെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ റൈസ് ടു ഐ എ ടി ഇസ് ഈക്വൽ ടു കോസ് എ ടി പ്ലസ് ഐ സൈൻ എ ടി. അപ്പോൾ കോസ് എ ടി എന്നതിനെ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ ടി എന്നും സൈൻ എ ടി എന്നതിനെ ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ ടി എന്നും എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് കോസ് എ ടി ഡി ടി എന്ന് എഴുതുന്നു. അതായത് റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇവിടെ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ ടി, നോട്ട് കോസ് എ ടി, റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ ടി. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ എ ടി ഡി ടി എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 to infinity ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് ഐ എ ടി ഡി ടി എന്നെഴുതാം. കാരണം ബേസ് രണ്ടിലും ഇ എന്ന് വരുന്നു. അപ്പോൾ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് ഐ എ ടി ഡി ടി എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് ഐ എ ടി ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് ഐ ഇൻറ്റു എ എന്ന് വരുന്നു. ബിറ്റ്വീൻ ദി ലിമിറ്റ്സ് 0 and infinity. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് ഓഫ് വെൻ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ഈ ന്യൂമറേറ്റർ ടേം ടെൻസ് ടു 0 എന്ന് വരുന്നു. മൈനസ് വെൻ ടി ഈക്വൽ ടു 0 1 എന്ന് വരുന്നു. ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് ഐ എ. ദാറ്റ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് ഐ എ.
ഇപ്പോൾ 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ എന്നതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എസ് മൈനസ് ഐ എയുടെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റിയൽ പാർട്ട് ഓഫ് എസ് മൈനസ് ഐയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ എസ് പ്ലസ് ഐ എ, ഡിനോമിനേറ്ററിൽ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് മൈനസ് ഐ എ ഇൻറ്റു എസ് പ്ലസ് ഐ എ എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എസ് പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോർമാറ്റ് വരുന്നു. അത് നമുക്ക് എസ് സ്ക്വയർ മൈനസ് ഐ എ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഐ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നായിട്ട് വരുന്നു. അപ്പോൾ ഇതിനെ റിയൽ പാർട്ട് ഓഫ് ഇതിൽ റിയൽ പാർട്ട് ഓഫ് എസ് പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരുന്നു. ദാറ്റ് ഈസ് റിയൽ പാർട്ട് എന്നത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി. എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതുപോലെ എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ എ ടി എന്ന് എടുക്കുകയാണെങ്കിൽ ഈ കോസ് എ ടി എഴുതിയ പൊസിഷൻസിലെല്ലാം സൈൻ എ ടി എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിയൽ പാർട്ട് ഓഫ് എന്നതിന് പകരം ഇമാജിനറി പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ എ ടി എന്ന് എഴുതാം. ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് എന്നതിന് പകരം ഇമാജിനറി പാർട്ട് ഓഫ് എസ് പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടുന്നു. അതായത് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ഈസ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ സെഷനിൽ ഇത്രയും ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നും ബേസിക്കായിട്ട് വരുന്ന ചില എലമെൻ്ററി ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തൊക്കെയെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് നൽകുന്നു. എല്ലാം ചെയ്ത് നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ. അതുപോലെ രണ്ടാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t. തേർഡ് വൺ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 5t. Laplace transform of e raised to minus 6t. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 10. ഇതെല്ലാം നിങ്ങൾ കണ്ടെത്തുക. ഇതോടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. ശുഭദിനം നേരുന്നു.